ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ സാമ്പാറിൻ്റേതാണ്. സ്പെഷ്യൽ എന്താണെന്നുള്ളത് വഴിയേ പറയാം. ഇപ്പോൾ ഞാൻ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിസിൽ വരുന്ന സമയത്ത് പുറത്തേക്ക് തിളച്ച് തൂവി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുക്കർ അടച്ചു വെച്ചു, ഫ്ലെയിം ഓൺ ചെയ്തു. ഇനി ഒരു 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് സാമ്പാറിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫുൾ എയർ പോയി കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി, ക്യാരറ്റ്, സവാള, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, ഇത്രയും ഐറ്റംസാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. നേരത്തെ പരിപ്പ് വേവിച്ച സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ ഒരു തവണ കൂടി മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കണം. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ എന്നുള്ളത്. പച്ചനാളികേരം അരച്ചിട്ടാണ് ഈ ഒരു സാമ്പാർ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പാർ പൊടി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ഒരു സാമ്പാർ പൊടി വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും ആവശ്യമില്ല. അത് ഈ ഒരു സാമ്പാർ പൊടിയിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ കായം ചേർക്കേണ്ടതില്ല, കായവും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്തിട്ട് നമുക്ക് കഷ്ണം വേവിച്ചെടുത്താൽ മതിയായിരിക്കും. അങ്ങനെ നാളികേരത്തിൻ്റെ കൂടെ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരണം. നിങ്ങൾ നാളികേരം വറുത്തരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പൊടി ചേർക്കുകയാണെങ്കിൽ വറുത്ത നാളികേരത്തിൻ്റെ കൂടെ ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കറൊക്കെ തുറന്നു നോക്കി അതിലേക്ക് ഇനി വെണ്ടയ്ക്കയും മുരിങ്ങാക്കായയും ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ വെണ്ടയ്ക്കയും അതുപോലെ മുരിങ്ങാക്കായയും പൊട്ടി പൊളിഞ്ഞ് പോവാതിരിക്കാനായി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഇട്ടതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടി പൊളിഞ്ഞ് പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, വീണ്ടും ഇട്ട് കൊടുത്തു. അതിന് ശേഷം കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരു വിസിൽ വന്നു. എയർ ഫുള്ള് പോയി കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പുളിവെള്ളം ചേർത്ത് കൊടുത്തത് കാരണം തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഒന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, ഈ ഒരു സാമ്പാർ പൊടി ഇട്ട് വെക്കുന്നത് കാരണം മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും കായത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഈ ഒരു പൊടി മാത്രം മതി. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് 1-2 പ്രാവശ്യം കഴുകിയിട്ട് അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ ഈ ഒരു സമയത്തും ഉപ്പ് നോക്കിയ സമയത്ത് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഒരു തിരിയും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കണം. സാമ്പാർ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. അങ്ങനെ സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് മറ്റേ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ സാമ്പാർ ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ്. ഈ ഒരു സാമ്പാർ പൊടിയുടെ പേര് SR സാമ്പാർ പൗഡർ എന്നാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഹോം മെയ്ഡ് സാമ്പാർ പൗഡറാണ്. ഞങ്ങൾ പുറത്തേക്ക് വിൽക്കുന്ന സാമ്പാർ പൗഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.